യശോദേ. അങ്ങനെ നമ്മളുടെ പൈത്തൺ കോഴ്സിൻ്റെ അവസാനത്തേക്ക് എത്തിയിരിക്കണം എന്ന് വെച്ചാൽ ഒരു താൽക്കാലികമായിട്ട് നിർത്തി വെക്കുകയാണ്. കാരണം എനിക്ക് അടുത്ത മൊഡ്യൂളിലേക്ക് പോകണം, അടുത്തടുത്ത ടോപ്പിക്കുകളിലേക്ക് പോകണം. അപ്പോൾ ഇത് ഇന്നത്തെ ഞാൻ ഇന്ന് പറയാറുള്ള പോലെ മൊഡ്യൂളിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എന്തായാലും ഒരു പ്രോജക്റ്റോടെ ചെയ്ത് തീർത്താം. അപ്പോൾ എന്നോടൊരാൾ ഇങ്ങനെ പറയാറുണ്ടെന്ന്, സബ്സ്ക്രിപ്ഷൻ ചോദിക്കാത്തതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വെച്ചാൽ ആൾക്കാർ ഇങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, എന്തുമാത്രം ചോദിക്കുന്നില്ല എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇപ്പോഴൊന്നുമല്ല, ഏകദേശം 4 വർഷം മുമ്പ്, കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത സാധനമായിരുന്നു. അന്ന് ഞാനിതുപോലെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയാണ്. പക്ഷേ അന്ന് ഇത്ര പോലെ ഇങ്ങനൊരു സെറ്റപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനത് ഒരു അനിമേഷൻ, ഞാനൊരു ക്ലൗഡ് എന്നൊക്കെ പറഞ്ഞ ചാനലുണ്ട്, ഞാൻ അത് ഉണ്ടോയെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. അത് നോക്കിയെടുത്തത് കാരണം ചാനൽ പോയിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ പഴയ വീഡിയോസാണ്. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെക്ടർ ഇമേജസൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ള ഡൂഡ്ലി ആപ്ലിക്കേഷനൊക്കെ വെച്ചിട്ട് വരച്ചിട്ടുണ്ടാക്കിയ സാധനമായിരുന്നു. അപ്പോൾ അന്ന് കുറേ സമയം എടുക്കുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ പറയാനുള്ള കാര്യം പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു അവസരം ആയതെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റുഡിയോ ഉണ്ട്, അതുപോലെ ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അന്നും ഞാൻ തുടങ്ങിയെന്ന് വെച്ചാൽ ഒരാൾ നമ്മളുടെ സബ്സ്ക്രിപ്ഷൻ ചോദിച്ച് വരുന്നത് അല്ലാതെ നമ്മളെ അറിഞ്ഞ് പഠിക്കണമെന്ന് ആഗ്രഹമുള്ള ഈ ചാനൽ കണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയത്. അന്നും അങ്ങനെ തന്നെ. അതിനുശേഷം ഒരു ട്രിപ്പ് പോകുന്ന മൈറ്റി വേഫർ എന്ന ചാനൽ ഉണ്ടാക്കിയതുപോലെ തന്നെ. എന്ന് വെച്ചാൽ സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കലല്ല, എന്ന് വെച്ചാൽ ആൾക്കാർക്ക് ഈ പറഞ്ഞ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി എന്നുള്ള ഒരു നിലപാടായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. കാരണം പരിചയമുള്ള എല്ലാവരോടും വന്നിട്ട് സബ്സ്ക്രിപ്ഷൻ കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. കാരണം നമുക്ക് ഇപ്പം ഉദാഹരണം, എൻ്റെ വീഡിയോസിന് റീച്ച് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നതിൻ്റെ അകത്ത് എന്തോ പോരായ്മ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്തായാലും ഫീഡ്ബാക്കിന് വേണ്ടി കാത്തിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ഇടുകയാണെങ്കിൽ മാത്രമേ എനിക്കറിയത്തുള്ളൂ ഞാൻ എത്രമാത്രം പെർഫോം ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ അടുത്തതിലേക്ക് പോകാൻ എനിക്ക് മോട്ടിവേഷൻ ആകുന്നതും പ്രോജക്ട്സ് ഉണ്ടാക്കാൻ തോന്നുന്നതൊക്കെ. അതല്ല എനിക്ക് തന്നെ ആണെങ്കിൽ എനിക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒന്നും വരുത്തുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുന്നത് എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, മറ്റുള്ളവർക്ക് എന്തായാലും തോന്നണ്ടേ. അപ്പം ഇപ്പോഴും ഞാൻ പറയുന്നത് സബ്സ്ക്രിപ്ഷൻ വാങ്ങിക്കലല്ല ഉദ്ദേശം, പഠിപ്പിക്കലാണ്. അതിലൂടെ സബ്സ്ക്രിപ്ഷൻ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതിനനുസരിച്ച് എനിക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അടുത്ത ഒരു 2 എപ്പിസോഡ്, അതായത് എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു പ്രോജക്റ്റ് കൂടെ ചെയ്തുകൊണ്ട് നമുക്കിത് തീർക്കാം, പൈത്തൺ. എന്നാൽ ഇതിൻ്റെ സപ്പോർട്ട് തീരുന്നില്ല. ഞാൻ ഇനിയും തിരിച്ചു വരുമ്പോൾ, കാരണം എപ്പോഴാണോ എനിക്ക് എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നത് തോന്നി, ഫോർ എക്സാമ്പിൾ എസിൻക്രണസ് കോഡിംഗ് ഒന്നും എനിക്ക് വലിയ വശമില്ല, മെമ്മറി ഹാൻഡ്ലിംഗ് എനിക്ക് വലിയ വശമില്ല, ഫയൽ മാനേജ്മെൻറ്റ് അതിലേക്ക് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ എപ്പോഴാണോ എന്ന് വെച്ചാൽ ഡേറ്റാ സയൻസിലൊക്കെ വരുമ്പോൾ ഫയൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കവർ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം അതെപ്പോഴാണോ എനിക്ക് പോരായ്മയായിട്ട് തോന്നുന്നത്, അപ്പം ഞാൻ വീണ്ടും പൈത്തൺ റീഓപ്പൺ ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് വീഡിയോ ഇടുന്നതായിരിക്കും. എന്ന് വെച്ചാൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ ഫ്യൂച്ചർ സപ്പോർട്ടുള്ളൊരു സാധനമാണ്, ലോങ് ടേം സപ്പോർട്ടുള്ളതാണ്, LTS ആണിത്. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വി ആർ സ്റ്റാർട്ടിങ് മോഡ്യൂൾസ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയാനുള്ള കാരണം എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന ഇവിടെയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് തുടങ്ങിയാൽ ഇനി അങ്ങോട്ട് വരുന്ന മൊഡ്യൂൾസിൻ്റെ എന്ന് വെച്ചാൽ പറഞ്ഞ പ്രോജക്ട്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ മൊഡ്യൂൾസ് കവർ ചെയ്തിരിക്കണം. ബാക്കിയുള്ളതുപോലെയല്ല, മൊഡ്യൂൾസ് നിങ്ങൾക്ക് കിട്ടുന്ന ലൈബ്രറീസ് നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെയാണ് ഓരോ കോഡും വന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ മൊഡ്യൂൾസ് കവർ ചെയ്തേ പറ്റുള്ളൂ. സോ നമുക്കിന്ന് തുടങ്ങാം. പിന്നെ അതുപോലെ തന്നെ ഈ എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ ഈ പറഞ്ഞ ടീച്ചിങ് മെത്തേഡിലായിരിക്കണം, എനിക്കറിയത്തില്ല, ഞാൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടുള്ള വീഡിയോസിനകത്തെല്ലാം ഇൻസ്റ്റലേഷൻ ആദ്യവും പിന്നീട് അങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുത്തേക്കാണ് ഇൻ്റർനെറ്റിലുള്ള മുഴുവൻ റിസോഴ്സസും. ഞാൻ ആ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷനെ ഞാൻ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല, ആ തുടക്കം അങ്ങനൊരു സാധനം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ട്രഡീഷണൽ മെത്തേഡിൽ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് എൻ്റെതായ ഒരു മെത്തേഡ്. അതുകൊണ്ടാണ് എൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണിത്. ആ ലാസ്റ്റ് ക്ലാസ്സിലാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റലേഷൻ ഇൻസ്ട്രക്ഷൻസിലേക്ക് വരുന്നതും. അത് ഇൻസ്ട്രക്ഷൻ എന്നല്ല, ഞാൻ ഗൈഡൻസ് മാത്രമേ ഇരുന്നുള്ളൂ. എന്തിനാണ്? കാരണം ഓൾറെഡി റിസോഴ്സസ് ഉണ്ട്, നിങ്ങൾക്കറിയാം എങ്ങനെയാണ് അത് റൺ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുന്നതും. അപ്പോൾ അതിനെക്കുറിച്ച് പറയലല്ല, എന്തുകൊണ്ട് ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത്, ഉപയോഗം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഇറ്റ്, ഇതിനൊരു കാരണം വേണമല്ലോ. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം പുതുതായിട്ട് വരുന്ന ആൾക്കാരോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും
ഒരു ടൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം മെനക്കെടുത്തരുത്. കാരണം ഇൻ കേസ് ഒരു എറർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പകുതിക്ക് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് പോകും. എന്ന് വെച്ചാൽ ഒരു ചെറിയ സമയത്ത് കിട്ടുന്നൊരു അഡ്രിനാലിനാണ് നിങ്ങളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾ ഇൻസ്റ്റാളേഷൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ യു വിൽ ലൂസ് ദി ഇൻട്രസ്റ്റ്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ ഒരു മെത്തേഡ് ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്റ്റാർട്ട് കോഡിങ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് ഓൺലൈൻ കമ്പൈലേഴ്സാണ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഉള്ള സാധനം. റെഡിലി അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അതിനെ കോഡ് എഴുതി ഫെയിലാക്കാം. ഇവിടെ എന്തുകൊണ്ട് ഞാൻ മൊഡ്യൂൾസിൽ വന്നപ്പോഴത്തേക്ക് ഇൻസ്റ്റലേഷൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊഡ്യൂൾസ് പറയണമെങ്കിൽ ഇനി ഐഡിയയുടെ ആവശ്യമുണ്ട്. എന്ന് വെച്ചാൽ അവിടെ നിന്ന് നെസസിറ്റി തുടങ്ങുകയാണ്. ആ നെസസിറ്റി എന്താണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതിൽ ഇൻസ്റ്റാളേഷൻ ഇൻസ്ട്രക്ഷനിൽ ഒന്നാമത്തെ കാര്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത് VS കോഡാണ്. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കയറുന്നില്ല. എന്ന് വെച്ചാൽ VS കോഡിൻ്റെ നിങ്ങൾ നോക്കിയാൽ അറിയാം VS കോഡ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്തിനാണ് VS കോഡ് ഉപയോഗിക്കുന്നത്? അതായത് VS കോഡോ അല്ലെങ്കിൽ മറ്റുള്ള IDEs ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അതിനെ വിളിക്കുന്നത് തന്നെ ID എന്നാണ്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. മൾട്ടിപ്പിൾ കാര്യങ്ങളെ ഒരു പെയിനിൽ കൊണ്ടുവന്ന്, അതായത് ഒരു ടൂളിലേക്ക് കൊണ്ടുവന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ടാണ് അതിനെ ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്ന് വിളിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് നാവിഗേഷൻ പെയിൻ ഉണ്ട്. ഇത് നമുക്കറിയാം വിൻഡോസിലൊന്നും അങ്ങനെ കിട്ടത്തില്ല. അതിന് വേറെ സെപ്പറേറ്റ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൾഡർ ഇങ്ങനെ മൗസ് വെച്ചിട്ടൊക്കെ ചെയ്യാം. മൗസ് അല്ലാതെ നിങ്ങൾക്ക് കീബോർഡിലൂടെ പോകാൻ പറ്റുന്നതാണ് ഇവർ നാവിഗേഷൻ പെയിൻ. അപ്പോൾ ഇവിടെ നാവിഗേഷൻ പെയിൻ ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻസിൻ്റെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഫയൽ എക്സ്പ്ലോറർ ഉണ്ട്, അതേപോലെ സെർച്ച് ഫീച്ചർ ഉണ്ട്, സോഴ്സ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്, റൺ ആൻഡ് ഡീബഗ് ഉണ്ട്, എക്സ്റ്റൻഷൻ മൊഡ്യൂൾസ് എക്സ്റ്റൻഷൻസ് ഉണ്ട്, ടെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ടൂൾസ് ഉണ്ട്, പിന്നെ പൈത്തൺ എന്ന് വെച്ചാൽ അതിൻ്റെ കമ്പൈലറുണ്ട്. അപ്പോൾ ഇപ്പം ഈ നാവിഗേഷൻ പെയിൻ, അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഇൻ്റഗ്രേഷൻസ്, പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ടെർമിനൽസ് ഉണ്ടാവും. നിങ്ങൾക്ക് മറ്റൊരു കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാതെ തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്ത് പോകാം. അതിനകത്ത് തന്നെ നിങ്ങളുടെ ഡീബഗ് കൺസോളിലെ ഡീബഗ് മെത്തേഡ് എടുക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഷെല്ല് വേണമെങ്കിൽ മാറ്റി കൊടുക്കുക ഇവിടെ. പോരാത്തതിന് ഇതിൻ്റെ ഈ പറഞ്ഞ കളർ കോഡിങ് ഉണ്ടല്ലേ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സിൻറ്റാക്സ്, ഏതെങ്കിലും ലാംഗ്വേജ് ബേസ്ഡുള്ള സിൻറ്റാക്സ് ആണെങ്കിൽ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സിൻറ്റാക്സ് കളക്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദി എക്സ്റ്റൻഷൻസ്. ഓക്കെ, ഇതുകൊണ്ടാണ് നമ്മൾ ID ഉപയോഗിക്കുന്നത്. അല്ല നമ്മൾ ഇത് തന്നെ വേണമെന്നില്ല. എല്ലാവരും ചോദിക്കും പൈച്ചാം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതാണ് നല്ലത്. അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. പൈത്തൺ ഡെവലപ്പ് ചെയ്തതുകൊണ്ട് അതിന് പൈത്തൺ കമ്പാറ്റിബിലിറ്റി ഉണ്ടാകും. എന്നാൽ VS കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ടൂളുമായിട്ടും കമ്പാറ്റിബിൾ ആണ്. അതുകൊണ്ടാണ് VS കോഡ് ഉപയോഗിക്കുന്നത്. വെച്ചാൽ പോർട്ടബിൾ ആണ്. എന്നിരുന്നാൽ തന്നെയും എല്ലാത്തിലും ഒരേ ഫീച്ചർ തന്നെയായിരിക്കും. ഇതിനകത്ത് തന്നെ സെപ്പറേറ്റ് ഇപ്പം ഒരു കോപ്പി പേസ്റ്റിൻ്റെ കമാൻഡ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിന് സെപ്പറേറ്റ് ക്ലാസ് എടുക്കേണ്ടതുണ്ട് VS കോഡിൻ്റെ ഷോർട്ട് കട്ട്സ് എല്ലാം നോക്കിക്കൊണ്ട്. അപ്പോൾ അത് വേറൊരു സെഷനിൽ വേണമെങ്കിൽ ചെയ്യാം. ഡെവലപ്പേഴ്സിന് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് നമ്മൾ പൈത്തനാണ്. പൈത്തൺ നമ്മൾ പറഞ്ഞു ഏതൊരു കോഡ് റൺ ചെയ്യാൻ നമുക്ക് അതിൻ്റെ കമ്പൈലർ വേണം. കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രിറ്റർ വേണം. ഇപ്പോൾ ജാവ ആണെങ്കിൽ ജാവയുടെ കമ്പൈലറുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ PHP ആണെങ്കിൽ PHP എന്ന് പറഞ്ഞാൽ ഏത് കോഡാണ് എഴുതുന്നത് അതിന് സഡൻ കമ്പൈലർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കേസിലാണെങ്കിൽ പൈത്തനാണ് കമ്പൈലർ. അപ്പോൾ പൈത്തൺ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, python.org എന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഈ പറഞ്ഞ ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് 3.13 വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2.2 ഒക്കെ പോയി, ഇപ്പം 3 വേർഷനിലേക്കാണ് വരുന്നത്. അപ്പം അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻസ്റ്റാളേഷൻ സമയത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് വരും. ഇതിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് പൈത്തൺ നോട്ട് ഇൻസ്റ്റാൾഡ് എറർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനോ അല്ലെങ്കിൽ കസ്റ്റം ഇൻസ്റ്റാളേഷൻ വെച്ച് നിങ്ങൾക്ക് പാത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നുള്ളൂ. കാരണം നിങ്ങൾ ഒരുപാടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ എറർ വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾ വിൻഡോസ് ആയാലും ലിനക്സ് ആയാലും എങ്ങനെയാണ് ഒരു മൊഡ്യൂൾ ബൈനറി, അതായത് എക്സിക്യൂട്ടബിൾ ഫയൽസിനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിന് സർട്ടൺ ലൊക്കേഷൻസ് ഉണ്ട്. ആ ലൊക്കേഷൻസ് നമ്മൾ സിസ്റ്റം വേരിയബിൾസിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഉണ്ടോ സിസ്റ്റം എൻവയോൺമെൻറ്റ് വേരിയബിൾസിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതിൽ നമ്മൾ എവിടൊക്കെയാണ് നമ്മളുടെ എക്സിക്യൂട്ടബിൾ ഫയൽസ് കിടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിസിലാണ് നമ്മളുടെ എക്സിക്യൂട്ടബിൾ ഫയൽസിനെ കണ്ടുപിടിക്കുന്നതും അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ കണ്ടുപിടിച്ച് അതിനെ ഓപ്പൺ ആയിക്കൊണ്ടിരുന്നതിൻ്റെ കാരണം ആ ഒരു പാത്തിൻ്റെ പ്രത്യേകതയാണ്. ഇത് ഓപ്പൺ ആവുന്നില്ല എന്നുവെച്ചാൽ സ്പെസിഫിക് ആക്കാം, എന്ന് വെച്ചാൽ അക്കൗണ്ട് ബേസ്ഡും ആക്കാം. അതേപോലെ തന്നെ ഇപ്പുറത്തായിരുന്നു ഓപ്പൺ ആയത്. ഓക്കെ, എനിക്ക് 2 സ്ക്രീൻ ഉണ്ടായിരുന്നു. അതായത് നിങ്ങൾക്ക് വേണം
നിങ്ങൾക്ക് എല്ലാ യൂസേഴ്സും ഗ്ലോബൽ നെയിം സ്പേസിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വേരിയബിളിനെ സെറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട്സിന് മാത്രമായിട്ട് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അതായിരിക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇൻഡിവിജ്വലി പോവുകയാണെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും എൻ്റെ നല്ലത്. എന്ന് വെച്ചാൽ വിൻഡോസ് സിസ്റ്റം ഒക്കെ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഡ്രോൺ ആണ്. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് എല്ലാവർക്കും പറഞ്ഞ പൈത്തൺ വേണ്ട. അപ്പോൾ ഇതിൽ കണ്ടോ പാത്ത് എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ഈ പാത്തിനകത്ത് മെൻഷൻ ചെയ്ത് കൊടുക്കുന്ന എന്തൊക്കെയുണ്ടോ, അപ്പോൾ അതിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ പിന്നെ മൈക്രോസോഫ്റ്റ് ഇത് VS കോഡിൻ്റെ ബൈനറി ഫോൾഡറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലൊക്കേഷൻസിൽ നിങ്ങളുടെ ആപ്പിനെ പോയി സെർച്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഈ പറഞ്ഞ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടോ യൂസേഴ്സ് അബുഹാരിസ് അപ്ഡേറ്റ് പൈത്തൺ 3, അതായത് അപ്ഡേറ്റ് ലോക്കൽ പ്രോഗ്രാംസ് പൈത്തൺ എന്ന് പറഞ്ഞിട്ടുള്ള സാധനത്തിനകത്താണ് ഈ പറഞ്ഞ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മളുടെ പാത്ത് വേരിയബിൾസിനാണെങ്കിൽ അതൊരു സാധനമുണ്ട് എന്ന് വെച്ചാൽ ലോക്കൽ മൈക്രോസോഫ്റ്റ്, അതേപോലെ തന്നെ അത് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വന്നോളും. അതായത് ഇൻസ്റ്റാളേഷൻ കഴിയുന്ന സമയത്തേക്ക് നമ്മൾ ഈ പറഞ്ഞ ലൊക്കേഷനിൽ പൈത്തൺ ഉണ്ടാവും. ആ പൈത്തൺ നമ്മൾ എന്ത് ചെയ്യും, ബൈനറി നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പാത്തിൽ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പാത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ കഴിയുന്ന സമയത്ത് നമ്മളുടെ പാത്തിലേക്ക് അറ്റാച്ച് ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പൈത്തൺ ഇൻസ്റ്റാളേഷൻ നടക്കുന്നത്. ഇതിങ്ങനെ ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ പൈത്തൺ ഇൻസ്റ്റാളേഷൻ നടക്കും, പക്ഷേ എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അത് എക്സിക്യൂട്ടബിൾ കിട്ടില്ല. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ നിങ്ങൾ വന്നിട്ട് ഈ പറഞ്ഞ പൈത്തൻ്റെ പാത്ത് വേരിയബിൾ എഡിറ്റ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. സോ ലിനക്സിൽ ഇത് തന്നെയാണ്. ഇതിന് ലിനക്സിൽ എക്സ്പോർട്ട് കമാൻഡ്സ് ആണ്, പാത്ത് വേരിയബിൾ തന്നെയാണ്. സോ അതിനാണ് പൈത്തൺ ഉപയോഗിക്കുന്നത്. പൈത്തൺ ഇൻ്റർപ്രിറ്ററാണ്. പൈത്തൺ അതിൻ്റെ ബാക്ക് എൻഡിൽ ഈ പറഞ്ഞ കോഡിനെ കമ്പൈൽ ചെയ്യുന്നത്. മൂന്നാമത്തെ കേസ് VS കോഡിനകത്ത് കുറച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ എക്സ്റ്റൻഷൻ ഞാൻ പറയുന്ന ഒന്നൊന്ന് കോഡ് റണ്ണറാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്ലേ ബട്ടൺ കിട്ടണമെങ്കിൽ കോഡ് റണ്ണർ എന്ന് പറഞ്ഞിട്ട് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യണം. സോ അതുണ്ട്, മൾട്ടിപ്പിൾ ലാംഗ്വേജസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏതൊക്കെയാണോ അതിനെ റൺ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്ലേ ബട്ടൺ കിട്ടില്ല. അതേപോലെ തന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ ഒരു ലാംഗ്വേജ് ലിൻറ്റിങ് ഫൈലാൻസിങ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കോഡിൻ്റെ പൈത്തനാണെന്ന് പറഞ്ഞു കൊടുക്കുന്നത്. VS കോഡിന് പൈത്തനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ പൈത്തനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കളർ കോഡിങ്ങും നിങ്ങൾക്ക് സജഷൻസ് ഒക്കെ തരുന്നത് ഈ പറഞ്ഞ പൈത്തൺ എന്ന് വെച്ചുള്ള എക്സ്റ്റൻഷനാണ്. സോ ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ VS കോഡിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ. സോറി. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനിയിപ്പം വി ക്യാൻ ഗോ ടു ക്വിറ്റ്. സോ മോഡ്യൂൾസ്, എന്തിനാണ് മോഡ്യൂൾസ്, അതേപോലെ തന്നെ എന്താണ് മോഡ്യൂൾസ്, അതേപോലെ തന്നെ എന്തിനാണ് മോഡ്യൂൾസ്, അതെങ്ങനെ ഉണ്ടാക്കാം എവിടെയാണ്. ഓക്കെ, സോ മോഡ്യൂൾ എന്ന് പറഞ്ഞത് ഒരു പൈത്തൺ ഫയൽ തന്നെയാണ്. അതിപ്പോൾ നമ്മൾ main.py എന്ന ഫയൽ ഇട്ട് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന മൊഡ്യൂൾ എന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ പൈത്തൺ ഫയൽ എന്ന് വിളിക്കുന്നതിനെക്കാട്ടി നല്ലത് മൊഡ്യൂൾ എന്ന് വിളിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. എവറി പൈത്തൺ ഫയൽ is called as a Python module which contains functions, classes or variables. നമ്മൾ കണ്ട പോലെ നേരത്തെ എന്തെങ്കിലും എഴുതിയിട്ട് കഴിഞ്ഞാൽ അതിന് ഒരു A = അബുഹാരിസ് എഴുതിയാൽ തന്നെ ഒരു പൈത്തൺ മൊഡ്യൂളായി. സോ ഇവിടെ ഞാനൊരു പൈത്തൺ മൊഡ്യൂളിൻ്റെ ഫോൾഡർ ഉണ്ടാക്കി. ഇവിടെ നാവിഗേഷൻ പേ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ പറയുകയാണ് മോഡ്യൂൾസ് എന്ന് പറഞ്ഞ് വേറെ ഫോൾഡർ ഉണ്ടാക്കി. അതിനകത്ത് ഞാൻ എന്ത് ചെയ്തു, main.py എന്നുള്ള മൊഡ്യൂൾ ഉണ്ടാക്കി. കാരണം main.py എന്ന് പറഞ്ഞാൽ മൊഡ്യൂളാണ്. സോ മൊഡ്യൂളിനകത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ് ടൈപ്പ് ഓഫ് OS, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടൈപ്പ് എന്താണെന്ന് നോക്കുകയാണ്. ഞാനിവിടെ റൺ ചെയ്യുന്നു. സോ import sys type of sys. ഞാനെന്താ പറഞ്ഞുതരാം. പ്രിൻ്റ് ചെയ്തില്ല. അപ്പോൾ അതിൽ പറഞ്ഞേക്കുന്നത് ക്ലാസ് മൊഡ്യൂൾ എന്നാണ്. ഇതിപ്പം എന്ന് പറഞ്ഞാൽ സിസ് എന്ന് പറഞ്ഞത് ഒരു മൊഡ്യൂളാണെന്ന് പറയുന്നത്. ഓക്കെ, അപ്പം പൈത്തണിനകത്ത് ഇനി വരുന്ന കുറച്ച് കാര്യങ്ങളാണ്. പൈത്തണിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞ ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ് ഉണ്ട്. എന്ന് വെച്ചാൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ വരുന്നൊരു പാക്കേജാണ് ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ്. അതിനകത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞ മാത്സ് OS സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പൈത്തൻ്റെ കൂടെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട്
ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ ബൈനറീസ് ഇത് ബൈനറീസ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ പൈത്തൺ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞ സി ലാംഗ്വേജിലായിരിക്കും. ആ സിയിൽ കമ്പൈൽ ചെയ്ത് വെച്ചേക്കായിരിക്കും. ആ കമ്പൈൽ ചെയ്തിരിക്കുന്ന ഒരു ഫയലൊന്നും ആയിരിക്കത്തില്ല. ആ ഫയൽ ചിലപ്പം റീഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ മോഡ്യൂൾസ് മിക്കവാറും നിങ്ങൾക്ക് സർട്ടൻ പാത്ത് ഒന്നും കാണാൻ പറ്റില്ല. പാത്ത് വേരിയബിളൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഡോട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. സോറി, ഇവിടെ അല്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പ്രിൻറ്റ് sys dot file. ഈ ഫയൽ എന്ന് പറഞ്ഞത് ഒരു സ്പെഷ്യൽ മെത്തേഡാണ്, സ്പെഷ്യൽ വേരിയബിളാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പാത്തിനെ കാണിച്ചു തരും. എന്ന് വെച്ചാൽ ഇതുണ്ടോ, ദ മോഡ്യൂൾ സിസ് ഹാസ് നോ ആട്രിബ്യൂട്ട് കോൾഡ് ഫയൽ. എന്ന് വെച്ചാൽ സിസ് എന്ന് പറഞ്ഞ ഫയൽ അതൊരു ഫയലല്ല. എന്ന് വെച്ചാൽ അതൊരു കമ്പൈൽഡ് ഫോർമാറ്റാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് എന്ന് വെച്ചാൽ ബിൽറ്റ് ഇൻ മോഡ്യൂൾസിന് സെപ്പറേറ്റ് ഫയൽ പാത്ത് ഒന്നും ഉണ്ടാവത്തില്ല. അത് ചിലപ്പോൾ ഒന്നെങ്കിൽ അതിനെ ബിൽറ്റ് ഇൻ ചെയ്തേക്കായിരിക്കും, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തെ ഈ വേരിയബിളിനെ എടുത്ത് കളഞ്ഞിട്ടുണ്ടാകും. കാരണം പൈത്തൺ അത് കാണിച്ചു തരണ്ട എവിടെയാണ് കിടക്കുന്നുള്ള സിസ്റ്റം. കാരണം അത് പൈത്തൻ്റെ തന്നെ ഫയലായതുകൊണ്ട്. എന്ന് വെച്ചാൽ പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വരുന്നതായതുകൊണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറി മോഡ്യൂൾസ്. പാർട്ട് ഓഫ് പൈത്തൺ സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറിയുടെ ഭാഗമായിട്ട് വരുന്ന മോഡ്യൂൾസാണ് സ്റ്റാൻഡേർഡ് ലൈബ്രറി മോഡ്യൂൾസ്. അത് പറഞ്ഞ ഡേറ്റ് ടൈം, ജെയ്സൺ അതേപോലുള്ള മോഡ്യൂൾസ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട് ഇനി. മൂന്നാമത്തത് തേർഡ് പാർട്ടി മോഡ്യൂൾസ്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പുറത്തുനിന്ന് പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വരാത്ത മോഡ്യൂൾസ് ഉണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മളുടെ നെസസിറ്റി അനുസരിച്ച് പ്ലഗ് ഇൻ ചെയ്യാൻ പറ്റുന്ന ഫീച്ചേഴ്സാണ് ഈ പറഞ്ഞ തേർഡ് പാർട്ടി മോഡ്യൂൾസ്. അത് പൈത്തൻ്റെ പാക്കേജ് റിപ്പോസിറ്ററി ഉണ്ട്, പിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആ പിപ്പിനകത്തായിരിക്കും കിടക്കുന്നത്. ആ പിപ്പിനകത്തുനിന്ന് നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് അതിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അത് എവിടെ പോയി കിടക്കുമെന്നൊക്കെ നമുക്ക് നോക്കാം. നാലാമത് കസ്റ്റം മൊഡ്യൂളാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയെടുക്കാം. അതിനും പൈത്തൺ അവസരം തരുന്നുണ്ട്. അതാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ഫയൽ ഉണ്ടാക്കുന്നു. ആ ഫയൽ മെയിൻ ഡോട്ട് py എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടാക്കുന്നു. ആ മൊഡ്യൂൾ നമ്മൾ കസ്റ്റമർ ഉണ്ടാക്കിയാണ്. ആ മൊഡ്യൂളിനകത്ത് നമുക്ക് വേണ്ട റിക്വയർമെൻ്റ് ഒക്കെ എഴുതി വെക്കാം. എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് എഴുതിയാലും അതിനെ കസ്റ്റം മൊഡ്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. പൈത്തൻ്റെ ഇൻബിൽറ്റ് മൊഡ്യൂൾസോ തേർഡ് പാർട്ടി മൊഡ്യൂൾസോ അല്ല. പിന്നെ എന്തിനാണ് നമുക്ക് മൊഡ്യൂൾസ് വേണ്ടത്? നമുക്കിനി അതിൻ്റെ പ്രയോജനം വരുന്ന കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഈ പറഞ്ഞ പ്രോജക്റ്റ് ചെയ്ത് നോക്കണം. എന്നുവെച്ചാൽ മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ പ്രീ ബിൽറ്റ് ആയിരിക്കും. അതിന് സർട്ടൻ യൂസ് കേസ് ഉണ്ടാവും. അത് റൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ കോഡ് റീയൂസബിലിറ്റി ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെയിം സാധനം തന്നെ ഉണ്ടാക്കണ്ട, ഓൾറെഡി ഉള്ള സാധനത്തെ നിങ്ങൾ റീയൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ മൊഡ്യൂൾസ് പഠിക്കുന്നതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കണം, ഈ റീയൂസബിലിറ്റിയാണ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു ഈ പറഞ്ഞ നംപായി, പാൻഡ പോലെയുള്ള ഡേറ്റാ സയൻസ് മൊഡ്യൂൾസ് ഉപയോഗിക്കണമെങ്കിൽ എങ്ങനെയാണ് ആ മൊഡ്യൂൾ കിടക്കുന്നത്, ആ മൊഡ്യൂളിനകത്ത് എന്തൊക്കെയുണ്ട്, അതെങ്ങനെ നമുക്ക് കോൾ ചെയ്യാം, എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാമെന്ന് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ നിങ്ങൾ ഡേറ്റാ സയൻസിലോട്ട് പോയിട്ട് കാര്യമില്ല. അപ്പോൾ മൊഡ്യൂൾസാണ് നിങ്ങളുടെ ബേസിക്സ്. ബാക്കിയുള്ള ഞാൻ പറഞ്ഞു അന്ന് നമ്മൾ ഡേറ്റയായിട്ട് ബന്ധപ്പെട്ട് ഡേറ്റാ സ്ട്രക്ചേഴ്സ് നമ്മൾ പറഞ്ഞതാണ്. ഡേറ്റാ സ്ട്രക്ചേഴ്സ് മനസ്സിലായില്ലെങ്കിലും പോകും. അതുപോലെ തന്നെ ഈ മൊഡ്യൂൾസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞ പാൻഡ പോലുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അങ്ങോട്ട് എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കേസ് ഓർഗനൈസേഷനാണ്. എന്ന് വെച്ചാൽ സ്പ്ലിറ്റ് ബിഗ് പ്രോബ്ലംസ് ഇൻ ടു സ്മോളർ ഫയൽസ്. നിങ്ങൾക്ക് ആവശ്യമുള്ള മൊഡ്യൂളിനെ ഒരു ഫയലാക്കി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇമ്പോർട്ട് ചെയ്യാം, റാദർ ദാൻ ഇമ്പോർട്ടിങ് എവറിത്തിങ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ്റനൻസ് ആണ്. ഈസി ടു ഡീബഗ് ആൻഡ് അപ്ഡേറ്റ്. എന്ന് വെച്ചാൽ മൊഡ്യൂൾസ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മാത്രം പോയാൽ മതി. നിങ്ങൾ മൊത്തത്തിൽ ആ ഫയലിനെ എടുത്തും ഇളക്കി മറിക്കുന്നതിനെക്കാട്ടും നല്ലത് സിംഗിൾ ഫയൽ എഡിറ്റ് ആണ് ഏറ്റവും നല്ലത്. പിന്നെ കൊളാബറേഷൻ, ടീം കൺ വർക്ക് ഓൺ സെപ്പറേറ്റ് മൊഡ്യൂൾസ്. എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ഓരോ ഫയൽസ് ഉണ്ടാക്കിയ ഓരോ ഫയൽസിലും വർക്ക് ചെയ്യാൻ കൊടുക്കാൻ മതി. എന്ന് വെച്ചാൽ ആപ്ലിക്കേഷനിൽ മാറ്റം വരുത്താതെ മൊത്തത്തിൽ തന്നെ ബ്രേക്ക് ചെയ്യാതെ നിങ്ങൾ ഇൻഡിവിജ്വലി ഒരു മൊഡ്യൂളിൽ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഫീച്ചറിൽ വർക്ക് ചെയ്യുന്നു. ഇത് പറഞ്ഞില്ലേ, ഇൻബിൽറ്റ് മൊഡ്യൂൾസ് മേ നോട്ട് ഹാവ് ദ ഫയൽ ആട്രിബ്യൂട്ട്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫയൽ ആട്രിബ്യൂട്ട് ഉണ്ടാവത്തില്ല. കേട്ടോ, ഹാസ് നോട്ട് ഫയൽ ആട്രിബ്യൂട്ട് ബിക്കോസ് ഇറ്റ് ഈസ് റിട്ടൺ ഇൻ C ആൻഡ് കമ്പൈൽഡ് ഇൻസൈഡ് പൈത്തൺ. എന്ന് വെച്ചാൽ നോ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ py എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ടാവത്തില്ല. ഈ പറഞ്ഞ ഫയൽസിന് സിസ്റ്റനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ, ഈ പറഞ്ഞ pyi എന്ന് പറഞ്ഞ എക്സ്റ്റൻഷനാണ് ഉണ്ടാവുക. .py എക്സ്റ്റൻഷൻ ഇല്ലാത്തതുകൊണ്ട് അതിനെ നമ്മൾ സ്റ്റാൻഡേർഡ് മൊഡ്യൂൾസ് ആയിട്ട് വിളിക്കുന്നില്ല. അതെന്ന് പറഞ്ഞാൽ ഇൻബിൽറ്റ് മൊഡ്യൂൾസ് ആണ്. അതുകൊണ്ട് അതിന് സർട്ടൻ പാത്ത് ലൊക്കേഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ഫയൽ റിട്ടേൺസ് നൺ ഓർ ഇറ്റ് വിൽ ത്രോ ആൻ എറർ. എന്ന് വെച്ചാൽ സിസ്, മാത്ത്, ടൈം എന്ന് വെച്ചാൽ ഏതൊക്കെയാണോ നമ്മൾ ഇൻബിൽറ്റ് മൊഡ്യൂൾസ്, ആ ഇൻബിൽറ്റ് മൊഡ്യൂൾസ് നമുക്ക് സെപ്പറേറ്റ് പിപ്പ് വെച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. സോ ഇറ്റ് ഡസൻ ഹാവ് എ ഫയൽ.
നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫയലിന് ഇല്ല. രണ്ടാമത്തത് സ്റ്റാൻഡേർഡ് ലൈബ്രറി എന്ന് പറഞ്ഞാൽ പൈത്തൻ്റെ എന്ന് വെച്ചാൽ നമുക്ക് അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇമ്പോർട്ടിംഗ് പോട്ടെ. അടുത്ത നമുക്കിനി ലൊക്കേഷൻ നോക്കണം, എവിടെയൊക്കെയാണ് ഓരോ മൊഡ്യൂളും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിടക്കുന്നത്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ഇപ്പം പൈത്തൺ പറയുകയാണെങ്കിൽ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട കുറച്ച് സർട്ടൻ പാത്തുണ്ട്. അതിന് സർട്ടൻ ഹൈറാർക്കി ഉണ്ട്. ആ ഹൈറാർക്കി ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഈ പറഞ്ഞ പൈത്തൺ മൊഡ്യൂൾ ഉണ്ടോ ഇല്ലയോ നോക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഞാൻ നേരത്തെ പറഞ്ഞുള്ള ഡേ ടൈം ജേസൺ എന്ന് വെച്ചാൽ ഷിപ്ഡ് വിത്ത് പൈത്തൺ ബട്ട് ഹാസ് എ PY എക്സ്റ്റൻഷൻ. നമുക്ക് നോക്കാം. PY എക്സ്റ്റൻഷൻ ഉള്ളതും മറ്റേതിന് PY ഇല്ലാത്തതുമാണ്. നമ്മൾ ഇമ്പോർട്ട് ജെയ്സൺ. അപ്പോൾ ഇതിൽ കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഹൈപ്പർ ലിങ്ക് കിട്ടും. അപ്പോൾ അതിനെന്ന് പറഞ്ഞാൽ ജേസൺ ഈസ് നോ ആക്സസ്. അതിൻ്റെ എന്ന് വെച്ചാൽ അതിൻ്റെ ഡോക്യുമെൻ്റാണ് ഈ പറഞ്ഞ് കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഫയലിലേക്ക് പോകാം. എന്നാൽ യു ക്യാൻ സീ init.py എന്ന് പറഞ്ഞിട്ടുള്ള എക്സ്റ്റൻഷൻ ഉണ്ട്. ഇപ്പോൾ PY ആണ് എന്ന് പറഞ്ഞാൽ ഇതിനെന്തുണ്ട്, നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പ്രിൻറ്റ് JSON.file എടുത്തു കഴിഞ്ഞാൽ യു കുഡ് സീ ദി എക്സാക്ട് പാത്ത്. അപ്പോൾ കണ്ടോ, ഈ പറഞ്ഞ ജെയ്സൺ കിടക്കുന്ന ഏത് ഭാഗത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പൈത്തൺ ഇൻസ്റ്റാളേഷൻ്റെ സ്റ്റാൻഡേർഡ് പാത്ത് ഉണ്ട്. നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞേക്കുന്ന ഭാഗത്തു നിന്ന് ലിബ് എന്ന് പറഞ്ഞ ഫോൾഡർ ഉണ്ട്. ആ ലിബിനകത്ത് ജെയ്സൺ ആണ് കിടക്കുന്നത്. അതാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്ന പൈത്തൺ പാക്കേജിനകത്ത് ലിബ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാവും. ലിബ് എന്ന് പറഞ്ഞ ക്യാപിറ്റൽ L വെച്ചിട്ട് തുടങ്ങുന്നൊരു ഫോൾഡർ ഉണ്ടാകും. അതിനകത്താണ് നമ്മൾ ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ടാവുക. അതിനകത്താണ് പറഞ്ഞ HTML, HTTP, ഇമ്പോർട്ട് ലിബ്, ജെയ്സൺ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് പൈത്തൻ്റെ കൂടെ വരുന്നതാണ്. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഇൻസ്റ്റാൾ ചെയ്യാതെ വരുന്നതാണ് ഈ പറഞ്ഞ ലോഗിൻ, അത് ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ്, അതേപോലെ ബിൽറ്റ് ഇൻ മൊഡ്യൂൾസ് എന്തൊക്കെയാണ്, ആ മൊഡ്യൂൾസിന് നിങ്ങൾക്ക് വേണോ വേണ്ട, ഇൻസ്റ്റാൾ ചെയ്യണോ വേണ്ട എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള പാത്ത് ഉണ്ട്. ആ ലിബിനകത്താണ് ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ലൈബ്രറീസ് ഉണ്ടാവുക. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ .py എക്സ്റ്റൻഷൻ ഉള്ളതാണ്. സോ യു ക്യാൻ സീ ദ ഫയൽ. നിങ്ങൾക്ക് ഈ പറഞ്ഞ ലൊക്കേഷൻ അറിയില്ലെങ്കിൽ, നിങ്ങൾ എവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്ന അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൊഡ്യൂളിൽ ഇമ്പോർട്ട് ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ഡണ്ടർ ഫയൽ കൊടുത്തു കഴിഞ്ഞാൽ യു കൻ സീ ദി എക്സാക്ട് പാത്ത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ പാത്ത് എടുക്കാം. മൂന്നാമത്താണ് ഈ പറഞ്ഞ തേർഡ് പാർട്ടി മൊഡ്യൂൾസ്. തേർഡ് പാർട്ടി മൊഡ്യൂൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെപ്പറേറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. നമ്മൾ പൈത്തൻ്റെ കൂടില്ല, അത്രയും ഷിപ്പ് ചെയ്ത് വരാതെ. കാരണം അത് ഹെവി ആയിരിക്കും. ആ ഹെവി ആയിരിക്കുന്നത് ചിലപ്പോൾ അത് ലൈബ്രറീസോ പാക്കേജസോ ആയിരിക്കും. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി. എന്ന് വെച്ചാൽ നിങ്ങൾ ഡേറ്റ സയൻസിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വരും. അതേപോലെ നിങ്ങൾക്ക് വെബ് ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അത് വേണ്ടി വരും. അതുപോലെ തന്നെ വേറെ എന്താണ് ഗെയിം ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഡെവലപ്മെൻറ്റിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് മൊഡ്യൂൾസ് ആണ്. എന്ന് വെച്ചാൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ചാണ് നിങ്ങൾ മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് കാണിച്ചു തരാം. എന്നാൽ അതിൻ്റെ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ഒക്കെ കിടക്കുന്നത് സൈറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ ജെയ്സൺ എടുക്കുക. അപ്പോൾ ജെയ്സൻ്റെ ലിബ് ഉണ്ട്. ലിബിനകത്ത് സൈറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞിട്ട് ഫോൾഡർ ഉണ്ട് കണ്ടോ, സൈറ്റ് പാക്കേജസ്. അതിനകത്താണ് ഈ പറഞ്ഞ കസ്റ്റം മൊഡ്യൂൾസ്, അതായത് തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ഒക്കെ. ഞാൻ SQLite എന്ന് ഡേറ്റാബേസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ യൂണിറ്റ് ടെസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. V എൻവയോൺമെൻറ്റ് ഉണ്ട്. അങ്ങനെ കുറേ മൊഡ്യൂൾസ് ഉണ്ട് ഇതിനകത്ത്. ഉണ്ടോ, ഇത്രയും മൊഡ്യൂൾസ് ഉണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി മൊഡ്യൂൾസ് ആണ്. ഇതൊക്കെ നമ്മളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് സൈറ്റ് പാക്കേജസ്. അവസാനത്തെയാണ് കസ്റ്റം മൊഡ്യൂൾ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇടാം. നിങ്ങളുടെ കറണ്ട് ഡയറക്ടറിയിലോ അല്ലെങ്കിൽ മൊഡ്യൂളിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റം പാത്തിലോട്ടോ നിങ്ങൾക്ക് മൊഡ്യൂൾ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ യു ക്യാൻ കോൾ ഇറ്റ്. നമുക്ക് അതിൻ്റെ പ്രോജക്റ്റ് നോക്കുന്ന സമയത്ത് ഉണ്ടാക്കാം. പിന്നെ അതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കണ്ടു. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കൺട്രോൾ ക്ലിക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ പൈത്തൺ ഷോ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടെർമിനലിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈത്തൺ -m പിപ്പ് ഷോ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്താണോ മൊഡ്യൂൾ, ആ മൊഡ്യൂളിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൊഡ്യൂളിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ കിട്ടും. അതിൻ്റെ ഫയൽ പാത്ത് എന്താണ്, അതിൻ്റെ വേർഷൻ എന്താണ്,
എന്ന് പറഞ്ഞാൽ എന്തിനാണ് അതിൻ്റെ ഉപയോഗം അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പിപ്പ് ഷോ റിക്വസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പിപ്പ് ഷോ റിക്വസ്റ്റ് എന്നുവെച്ചാൽ പിപ്പ് കമാൻഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വെച്ചാൽ പൈത്തൺ എന്താ ഞാൻ പറഞ്ഞുതരാം. പൈത്തൻ്റെ എന്ന് വെച്ചാൽ ഹൗ ടു ക്രിയേറ്റ് എ കസ്റ്റം മോഡ്യൂൾ. സിമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു ഫയൽ നെയിം .py നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ പൈത്തൺ ഫയൽ തന്നെയാണ് ഒരു മോഡ്യൂൾ. സോ അത് വേറെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ വേരിയബിൾസ് ഉണ്ട് പൈത്തണിൽ. അറിയാലോ ഡണ്ടർ മെത്തേഡ്സ് ഉണ്ടാകും. ഡണ്ടർ വേരിയബിൾസ് എന്താണെന്ന് നോക്കാം. ഒന്ന് ഞാൻ പറഞ്ഞതുപോലെ ഫയലിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ. നമ്മൾ നേരത്തെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ഡബിൾ കോട്ട്, ട്രിപ്പിൾ കോട്ട്, സിംഗിൾ കോട്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാൽ ട്രിപ്പിൾ കോട്ടിൻ്റെ ഉപയോഗം ആരോ എൻ്റെ അടുത്ത് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ട്രിപ്പിൾ കോട്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞത് ഡോക്യുമെൻറ്റേഷനാണ്. എന്ന് വെച്ചാൽ അതിനെ വിളിക്കുന്നത് ഡോക് സ്ട്രിങ് എന്നാണ്. ആ ഡോക് സ്ട്രിങ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡോക്യുമെൻറ്റേഷൻ, ഇതെന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റേഷനാണ് കേട്ടോ. ഫസ്റ്റ് തുടക്കത്തിലൊരു ഡോക്യുമെൻറ്റേഷൻ എഴുതിയിട്ടുണ്ട്. അത് ഇവിടെ അങ്ങ് നീണ്ടു പോവാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഉദാഹരണം ഞാനിപ്പം ജെയ്സൺ ._ഡോക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പറഞ്ഞ ഡോക് സ്ട്രിങ്ങിലുള്ള വാല്യൂ എന്താണോ അതാണ് നമുക്ക് കിട്ടാൻ പോകുന്നുണ്ടോ. എന്ന് വെച്ചാൽ ജെയ്സൺ ജാവാസ്ക്രിപ്റ്റ് സംതിങ് എന്ന് വെച്ചാൽ ഞാനത് എടുത്തു കഴിഞ്ഞാൽ ആ സാധനം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ഈ പറഞ്ഞ ഡോക് സ്ട്രിങ്ങിൽ കൊടുക്കുന്നത് അതായിരിക്കും നിങ്ങളുടെ ഡോക്ക് എന്ന് പറഞ്ഞ ഭാഗം വിളിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങളൊരു മൊഡ്യൂൾ ഉണ്ടാക്കുകയാണെങ്കിലാണ് സാധാരണ അത് ഉപയോഗിക്കുക. അത് ഒരു മൊഡ്യൂൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ എഴുതി തുടങ്ങുന്നതായിരിക്കും ഞാൻ പറഞ്ഞത് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം. കാരണം നമ്മളുടെ ഡോക്യുമെൻറ്റേഷൻ സെപ്പറേറ്റ് ഒരു എന്താ പറയുക ടൂളിലേക്ക് പോവാതെ നമ്മളുടെ പൈത്തനകത്ത് തന്നെ ഇൻബിൽറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അതാകുമ്പം ബാക്കിയുള്ള പുതിയ ഡെവലപ്പർ വന്നാൽ തന്നെ അയക്കുമെങ്കിൽ എളുപ്പമായിരിക്കും. എന്നുവെച്ചാൽ ക്ലീൻലി റിട്ടേൺ കോഡായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നെയിം എന്ന് പറഞ്ഞ മോഡ്യൂളുണ്ട്. ഇത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. നമ്മൾ സാധാരണ കണ്ടുവരുന്നൊരു സാധനമാണ്. നമ്മൾ ജെയ്സൻ്റെ നെയിം മോഡ്യൂൾ ഒന്ന് നോക്കാം. അതായത് ജെയ്സൺ എന്ന് പറഞ്ഞ മൊഡ്യൂളിൻ്റെ നെയിം എന്ന് പറഞ്ഞത് _നെയിം എന്ന് പറഞ്ഞത് ആ മൊഡ്യൂളിൻ്റെ പേര് തന്നെയാണ്. അതായത് ഞാൻ അന്നൊരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ആയിരുന്നു. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. ദി വാല്യൂ അസൈൻഡ് ഇൻ ടു ഡണ്ടർ നെയിം ഈസ് ദ നെയിം ഓഫ് ദി മൊഡ്യൂൾ. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എന്ന് വെച്ചാൽ ഡണ്ടർ നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിളാണ്. ആ വേരിയബിളിലേക്ക് എന്തോ വാല്യൂ എന്ന് അസൈൻ ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ നിങ്ങളൊരു മൊഡ്യൂൾ ആണെങ്കിൽ ആ മൊഡ്യൂളിൻ്റെ പേര് തന്നെയായിരിക്കും. അതല്ല നിങ്ങൾ ഇഫ് യു ആർ എക്സിക്യൂട്ടിങ് എ കോഡ്, എക്സിക്യൂട്ടിങ് എ മൊഡ്യൂൾ, then the ഡണ്ടർ നെയിം ഈക്വൽസ് മെയിൻ. അതായത് ഇത് നമ്മൾ സാധാരണ എഴുതുന്ന കണ്ടീഷനാണ് ഈ പറഞ്ഞ ഡണ്ടർ = മെയിൻ എന്ന് പറഞ്ഞ സാധനം. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ഒരു മൊഡ്യൂളിനെ ഡണ്ടർ നെയിം, ഒരു മൊഡ്യൂളിൻ്റെ ഡണ്ടർ നെയിം എടുക്കുകയാണെങ്കിൽ തന്നെ മൊഡ്യൂളിൻ്റെ പേര് കിട്ടത്തുള്ളൂ. എന്നിരുന്നാൽ തന്നെ പക്ഷേ നിങ്ങൾ ആ മൊഡ്യൂളിനെ എക്സിക്യൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്തല്ല, അത് അതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് കോൾ ചെയ്യുന്ന സമയത്ത് ഡണ്ടർ നെയിം എന്ന് പറഞ്ഞ സാധനം മെയിനായി മാറും. എന്ന് വെച്ചാൽ മെയിൻ ഫയലാണ് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഇവിടെ ഞാൻ എഴുതുകയാണ് പ്രിൻറ്റ് ഡണ്ടർ നെയിം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ main.py എന്ന് പറഞ്ഞ ഫയലിനകത്താണ് നിൽക്കുന്നത്. ആ ഫയലിനകത്ത് ഞാൻ JSON.name വിളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ സിമ്പിളി ഡണ്ടർ നെയിം എന്ന് വിളിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്കറിയാം ഡണ്ടർ നെയിം എന്ന് പറഞ്ഞത് ഒരു മൊഡ്യൂളായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ്. main.py ഒരു മൊഡ്യൂളാണ്. സോ ഇഫ് ഐ എം റണ്ണിങ് ഇറ്റ് ഷുഡ് ഹാഡ് ഇതിൻ്റെ വാല്യൂ JSON ആയിരിക്കും, എന്നാൽ മറ്റേതിൻ്റെ വാല്യൂ മെയിൻ ആയിരിക്കും. കണ്ടോ? എന്ന് വെച്ചാൽ ഇതൊരു കണ്ടീഷൻ എഴുതുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനൊരു കണ്ടീഷൻ നമ്മൾ എന്തിനാണ് കോഡിൽ എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഇഫ് ഡണ്ടർ നെയിം ഈസ് ഈക്വൽ ടു മെയിൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെന്തോ ഒരു എക്സിക്യൂഷൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തിനാണ് ഈ പറഞ്ഞ കണ്ടീഷൻ എഴുതുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സിമ്പിളി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സാഹചര്യത്തിൽ, അതായത് ഒരു മൊഡ്യൂൾ റൈറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ഇമ്പോർട്ട് ചെയ്യാം. യു മീൻസ് ഇൻ ടു ദി ആക്ച്വൽ കോഡ് അല്ലേ. സാധാരണ നമ്മൾ മൊഡ്യൂൾ എടുക്കുന്ന സമയത്ത് മൊഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇമ്പോർട്ട് ചെയ്യാന്നുള്ളത്. ആ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഇമ്പോർട്ട് ചെയ്ത മൊഡ്യൂൾ എക്സിക്യൂട്ട് ആവാതെ അതിനെ ജസ്റ്റ് റെഫർ ചെയ്ത് കൊണ്ടുവരികയും മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെ ഇവിടെ വന്നിട്ട് ശേഷം എന്താണ് എക്സിക്യൂട്ട് ആവേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ main.py എന്ന് പറഞ്ഞ ഫയലാണ് എക്സിക്യൂട്ട് ആവേണ്ടത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ കണ്ടീഷൻ.
ഈ ഡണ്ടർ നെയിം മെയിൻ ആകുവാണെങ്കിൽ മാത്രമേ ഈ ഫയൽ എക്സിക്യൂട്ട് ആവുള്ളൂ. എന്ന് വെച്ചാൽ ഈ മെയിൻ ഫയലിനെ മറ്റൊരു മൊഡ്യൂളിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സിക്യൂട്ട് ആവാൻ പാടില്ല. ഇറ്റ് ഓൺലി എന്ന് വെച്ചാൽ അതിൻ്റെ ഫീച്ചേഴ്സ് കൊടുക്കാനേ പാടുള്ളൂ, എക്സിക്യൂട്ട് ആവാൻ പാടില്ല എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ ഡണ്ടർ നെയിം എന്ന് പറഞ്ഞ ഫീച്ചർ. അത് നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നോക്കാം. So when you running a file directly, Python sets ഡണ്ടർ നെയിം is equal to main always. നിങ്ങളുടെ മൊഡ്യൂൾ ഡയറക്റ്റ്ലി എക്സിക്യൂട്ട് ആവുകയാണെങ്കിൽ അതങ്ങനെ ആയിരിക്കും. പക്ഷേ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മൊഡ്യൂൾ നെയിം ആയിരിക്കും അതിൻ്റെ വാല്യൂ. എന്ന് വെച്ചാൽ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ സാധനം എക്സിക്യൂട്ട് ആവത്തില്ല എന്ന് ചുരുക്കം. എന്ന് വെച്ചാൽ എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് റൈറ്റ് ദ കോഡ് ദാറ്റ് ക്യാൻ ബി ബോത്ത് റൺ ഡയറക്ട്ലി, അല്ലെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ഇൻ അനദർ ഫയൽ ഡസൻ പ്രിൻറ്റ് ഇറ്റ്, ഓൺലി പ്രൊവൈഡ്സ്. എന്ന് വെച്ചാൽ എന്താണോ അതിൻ്റെ ഫീച്ചർ അത് കൊടുക്കത്തേ ഉള്ളൂ, അതിൻ്റെ ആക്ച്വൽ എക്സിക്യൂഷൻ നടക്കത്തില്ല. എന്ന് വെച്ചാൽ ഇതെന്ന് വെച്ചാൽ ഇറ്റ് കൺട്രോൾസ് വെദർ ടു റൺ ഓർ ദ ഡെമോ സെക്ഷൻ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇത് റൺ ചെയ്യണോ വേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ്. പിന്നെ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളുടെ ഈ പറഞ്ഞ മൊഡ്യൂളിനെ റീയൂസബിൾ ആക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് മൊഡ്യൂൾ ഉണ്ടാക്കി വെച്ചാൽ അതിനെ എടുത്തു കൊടുക്കാൻ എക്സിക്യൂട്ട് ചെയ്യാതെ കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ റീയൂസബിലിറ്റി. അതിനിത് ആപ്റ്റാണ്. ഇനി ഇമ്പോർട്ടിങ് എ മൊഡ്യൂൾ. ഒരു മൊഡ്യൂൾ ഉണ്ടാക്കിയാൽ പോരാ, മൊഡ്യൂൾ ഉപയോഗിക്കണം അല്ലേ. നമ്മളീ പറഞ്ഞ പോലെ ഓർഗനൈസേഷനും റീയൂസബിലിറ്റിയും ഹൈറാർക്കി സെപ്പറേഷനും ഒക്കെ വരുന്നത് ഈ പറഞ്ഞ മൊഡ്യൂൾസിൻ്റെ കേസിലാണ്. ആ മൊഡ്യൂൾസിന് ഉണ്ടാക്കിയിടുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ സെഗ്രിഗേഷനാണ്, അതുപോലെ ഓർഗനൈസേഷനാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ സാധനത്തെ മറ്റുള്ളൊരു കോഡിലേക്ക് ഇമ്പോർട്ട് ചെയ്താലേ അതിന് പ്രയോജനമുള്ളൂ. ആ പ്രയോജനമുള്ള ഉണ്ടാവണമെങ്കിൽ അതിനെ എപ്പോൾ എക്സിക്യൂട്ട് ആവണമെന്ന് പറഞ്ഞാൽ ഈ നെയിം സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ വേണം. എന്നാൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഇമ്പോർട്ട്സ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ പറഞ്ഞാൽ സാധാരണ ഉണ്ടാക്കുന്ന ഇമ്പോർട്ട്, നേരത്തെ ചെയ്തതുപോലെ ഒരു ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് ഉണ്ടാവും. അതിനുശേഷം എന്താണോ മൊഡ്യൂൾ ആ മൊഡ്യൂളിൻ്റെ പേരിട്ട് കൊടുക്കാം. എന്നുവെച്ചാൽ യൂസ് ദ ഫുൾ പാത്ത് ടു യൂസ് ദ ഫീച്ചേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അബ്സൊല്യൂട്ട് പാത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്, രണ്ട് റിലേറ്റീവ് പാത്ത് എന്നുണ്ട്. റിലേറ്റീവ് പാത്തുണ്ട്, ഇങ്ങനെ ഇട്ടെന്നുള്ളൂ കേട്ടോ, ഇത് ഇങ്ങനെയല്ല. അബ്സൊല്യൂട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായ പാത്ത് പറഞ്ഞു കൊടുക്കും, എവിടെ എന്ത് എങ്ങനെ. എന്ന് വെച്ചാൽ ലിനക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നിങ്ങൾ /റൂട്ടിൽ നിന്നായിരിക്കും തുടങ്ങുക, /റൂട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു വലിയൊരു ചെയിൻ ഉണ്ടാവും. പക്ഷേ എന്നാൽ നിങ്ങൾക്ക് റിലേറ്റീവിലും എന്ന് വേണമെങ്കിൽ ചെയ്യാം. എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫോൾഡറിൽ ഇപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് തുടങ്ങിയാൽ മതി. എന്നാൽ നിങ്ങൾ നേരത്തെ അവിടുന്നേ തുടങ്ങണ്ട, മനസ്സിലായോ? എന്താ പറയുക, അന്നൊരു പറയാൻ ഒരു കോമഡി പറയാൻ പോട്ടെ. അപ്പം നിങ്ങൾക്ക് എന്ത് അബ്സൊല്യൂട്ട് പാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻറ്റിൽ നിന്നും തുടങ്ങണം, നിങ്ങൾ എവിടെ നിന്നാണ് റൂട്ട് വന്നതെന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. എന്നാൽ റിലേറ്റീവ് പാത്തിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്നുള്ള റിലേറ്റിവിറ്റി കൊടുത്താൽ മതി. എന്ന് വെച്ചാൽ ഇവിടുന്ന് മുന്നോട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് പുറകോട്ട്, എത്ര സ്റ്റെപ്പ് പുറകോട്ട് എത്ര സ്റ്റെപ്പ് മുന്നോട്ട് എന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അത് ലിനക്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എന്നതുപോലെ നമ്മൾ ഈ പറഞ്ഞ ഇമ്പോർട്ട്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അബ്സൊല്യൂട്ട് പാത്ത് കൊടുത്തിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് സിസ് പ്രിഫിക്സ് വെച്ചിട്ടായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ തുടങ്ങുന്നത് ഇമ്പോർട്ട് ചെയ്ത മൊഡ്യൂളിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും കൊടുക്കേണ്ടത് ആ മൊഡ്യൂൾ നെയിം ഡോട്ട് എന്താണോ ഫീച്ചർ. ഇപ്പം നമ്മൾ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഫീച്ചേഴ്സ് മുഴുവൻ കാണാൻ പറ്റും. അതെന്താണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഫീച്ചറിന് എടുക്കാം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് എ സ്പെസിഫിക് ഫീച്ചർ ഫ്രം എ മൊഡ്യൂൾ. അപ്പോൾ ഇതാരണം നമ്മൾ ഈ പറഞ്ഞ മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മാത്ത് എന്ന് പറഞ്ഞ മൊഡ്യൂൾ ഡോട്ട് ഇട്ടു. അതിനുശേഷം നമുക്ക് കിട്ടിയാണ്ട് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് അതിനകത്തുണ്ട്. എന്ന് വെച്ചാൽ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പൈ അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ എടുക്കുകയാണ്. ഈ പറഞ്ഞ പൈ എന്ന് പറഞ്ഞത് എന്താണെന്ന് നോക്കാം നമുക്ക്. പൈ ഒരു ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് അല്ലേ. അപ്പോൾ പൈയുടെ ഒരു എക്സിക്യൂഷൻ നടക്കുന്നുണ്ട്. അപ്പം പൈയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പൈ പറഞ്ഞ പോലെ നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റ് വാല്യൂ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അങ്ങനെ എടുക്കാം. അതായത് ഇങ്ങനെ മാത്ത് ഡോട്ട് പൈ എന്ന് എടുത്താം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നോർമൽ ഇമ്പോർട്ട് നടത്തുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സാധനങ്ങൾ മുഴുവൻ പോരും. അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പെസിഫിക് ഫീച്ചർ മാത്രം മതി എന്ന് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട കീവേഡ് എന്ന് പറഞ്ഞാൽ ഫ്രം എന്തിൽ നിന്ന് വേണം, ഫ്രം മൊഡ്യൂൾ നെയിം ഇമ്പോർട്ട് ദ ഫീച്ചർ. ഇവിടുത്തെ കേസിലാണെങ്കിൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് പൈ. അപ്പോൾ നിങ്ങൾ മൊഡ്യൂൾ മൊത്തത്തിൽ ഇങ്ങോട്ട് ലോഡ് ചെയ്തില്ല. അതിന് പകരമായിട്ട് എന്ത് ചെയ്തു, മൊഡ്യൂൾ ലോഡ് ചെയ്യണമെങ്കിൽ ഇത്രയും കാര്യങ്ങളുണ്ടോ, ഇത്രയും സാധനങ്ങൾ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അത്രയും ആവശ്യമില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക.
സ്പെസിഫിക് ഫീച്ചർ എടുക്കുക, അതിനുശേഷം ആ ഫീച്ചറിനെ എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, പ്രിൻറ്റ് പൈ. നേരത്തെ പറഞ്ഞ അബ്സല്യൂട്ട് പാത്ത് പിന്നെ വേണ്ട, കാരണം നിങ്ങൾ എന്ത് ചെയ്തു, മാത്തിൽ നിന്ന് പൈ എടുത്തു കഴിഞ്ഞു. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൈ കിട്ടി. നേരത്തെ മാത്തായിരുന്നു മൊത്തത്തിൽ കിട്ടിയത്, അതുകൊണ്ട് നിങ്ങൾ മാത്ത് ഡോട്ട് എന്ന് പറഞ്ഞ പ്രിഫിക്സ് കൊടുത്തു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രിഫിക്സ് കൊടുക്കണ്ട. അപ്പോൾ അത് എക്സിക്യൂട്ട് ആവുന്നു. സോ യു ഗെറ്റ് ദി റെസ്പോൺസ്. അപ്പോൾ പൈയുടെ വാല്യൂ കിട്ടി. നമുക്കന്ന് എന്ത് ചെയ്തു, മാത്സ് ഡോട്ട് പൈ എന്ന് കൊടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം, മാത്സ് ഡോട്ട് പൈ. പക്ഷേ ഇപ്പം എന്താ എറർ വന്നുണ്ടോ, എറർ വന്നു കഴിഞ്ഞാൽ മാത്ത് ഇസ് നോട്ട് ഡിഫൈൻഡ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മാത്തിനെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. കാരണം ഇമ്പോർട്ട് ചെയ്തില്ല, അതിന് ശേഷം അതിനകത്തുള്ളൊരു സാധനം മാത്രമേ എടുത്തോളൂ. ഇത് ഫിക്സ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ആ പറഞ്ഞ ഇമ്പോർട്ട് മാത്ത് കൊടുക്കണം. എന്നാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സാധനം ഫിക്സ് ചെയ്തു കേട്ടോ. ഇപ്പോൾ അത് ഫിക്സ് ചെയ്തു. ഇറ്റ് ഈസ് ഹാവിങ് നോ പ്രോബ്ലം. പക്ഷേ ഇങ്ങനെ ചെയ്യേണ്ട. ഇത് സാധാരണ എപ്പോഴും ഉപയോഗിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ യു നീഡ് മെനി ഫങ്ഷൻസ് ഫ്രം ദ മോഡ്യൂൾ. നിങ്ങൾക്ക് അറിയത്തില്ല എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ജനറിക്കായിട്ട് കൊടുക്കാം, ഇമ്പോർട്ട് മെത്തേഡ് കൊടുക്കാം. എന്ന് വെച്ചാൽ ഇത് കീപ്സ് ദ കോഡ് റീഡബിൾ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ ഈ പറഞ്ഞ പൈ മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് ഇല്ല. ശരിയല്ലേ? അബ്സല്യൂട്ട് പാത്ത് ഇല്ല എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞ ഫയൽ വന്നത്, ഏത് മൊഡ്യൂളിൽ നിന്ന് വന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എന്നാൽ ഈ പറഞ്ഞ ഈ ഒരു രീതിക്ക്, അതായത് ഈ പറഞ്ഞ നോർമൽ ഇമ്പോർട്ടിലൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് ഉണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെ നിന്നാണ് ഈ പറഞ്ഞ മൊഡ്യൂൾ വന്നതെന്നുള്ളത്. അത് റീഡബിലിറ്റിയുടെ ഭാഗമാണ്. നിങ്ങൾക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട. സോ ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെൻ യു നീഡ് ഓൺലി ഫ്യൂ ഫീച്ചേഴ്സ്, നിങ്ങൾക്ക് വേണ്ടത് മാത്രം എടുക്കുന്നു, സെലക്റ്റീവ് ആണ്. അത് അവോയ്ഡ്സ് റൈറ്റിംഗ് മൊഡ്യൂൾ എവറി ടൈം. നിങ്ങൾക്ക് എപ്പോഴും മൊഡ്യൂളിൻ്റെ പേര് ഇങ്ങനെ പ്രിഫിക്സിൽ എഴുതാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഏലിയാസ് ഇമ്പോർട്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു വലിയ മൊഡ്യൂൾ നെയിം ഉണ്ടാകും. മൊഡ്യൂൾ നെയിമിൻ്റെ പേരിനെ നിങ്ങൾക്ക് ചുരുക്കി എല്ലായിടത്തും ഇങ്ങനെ ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചുരുക്കാം, അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിരിക്കാം. ഇപ്പം നംപൈ ഒക്കെ ആണെങ്കിൽ NP എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ പാൻഡ ഒക്കെ ആണെങ്കിൽ PD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺവെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കൺവെൻഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കിപ്പം ഇമ്പോർട്ട്, നിങ്ങൾക്ക് എന്താണോ ഇമ്പോർട്ട് ചെയ്യേണ്ടത്, ഇമ്പോർട്ട് മൊഡ്യൂൾ ആസ് ഷോർട്ട് നെയിം. ഫോർ എക്സാമ്പിൾ ഷോർട്ട് നെയിം എന്ന് വെച്ചാൽ ഇമ്പോർട്ട് മാത്ത് ആസ് M. അപ്പോൾ ഇനിയും ചെയ്യേണ്ടത് പ്രിൻറ്റ് m.py. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ഇത് അബ്സല്യൂട്ട് പാത്താണ് ഇപ്പോഴും. പക്ഷേ എന്നാൽ നിങ്ങൾ മാത്ത് എന്ന് പറഞ്ഞാൽ ഫുൾ നെയിം കൊടുത്തിട്ടില്ല, അതിൻ്റെ ഏലിയാസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ M. സോ ഇതിന് ഇങ്ങനെയും കൊടുക്കാം. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ പറഞ്ഞ മൊഡ്യൂളിൻ്റെ പേര് ഭയങ്കര ലെങ്തി ആയിട്ട് തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു കൺവെൻഷൻ ഉപയോഗിക്കാം. അവസാനത്തെന്ന് പറഞ്ഞാൽ വൈൽഡ് കാർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. അവോയ്ഡ് യൂഷ്വലി ഫ്രം മാത്ത്. എന്ന് വെച്ചാൽ വൈൽഡ് കാർഡ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം മാത്ത് ഇമ്പോർട്ട് സ്റ്റാർ പ്രിൻറ്റ് പൈ. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെ, ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞാൽ അതേ ഫങ്ഷനാലിറ്റി തന്നെയാണ്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിതിൻ്റെ പ്രിഫിക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു ഇമ്പോർട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മറ്റേതാണെങ്കിൽ പ്രിഫിക്സ് കൊടുക്കണമായിരുന്നു. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പ്രിഫിക്സ് കൊടുക്കേണ്ട. പക്ഷേ ഇതൊരിക്കലും റെക്കമെൻഡഡ് അല്ല. ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓവർലോഡ് ആവും, ഒരുപാട് മൊഡ്യൂൾസ് നിങ്ങൾ വെറുതെ ഡൗൺലോഡ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ നെയിം എന്തായാലും പറഞ്ഞത് എന്ന് വെച്ചാൽ നെയിം കൊളീഷനോ അല്ലെങ്കിൽ നെയിം സ്പേസ് പൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനൊരു സാധനം ചെയ്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഇതിനകത്ത് പൈ എന്ന് പറഞ്ഞ ഫങ്ഷനാലിറ്റി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി എല്ലാം കൂടെ വന്നു കഴിഞ്ഞു. അപ്പം എന്ന് വെച്ചാൽ നിങ്ങളുടെ മൊഡ്യൂൾ മുഴുവൻ നിങ്ങളുടെ വർക്ക് സ്പേസിലേക്ക് ലോഡായി കഴിഞ്ഞു. ഇനി നിങ്ങൾ പുതുതായിട്ടൊരു മൊഡ്യൂൾ നിങ്ങൾ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് നെയിം കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയത്തില്ല എന്തൊക്കെയാണ് വന്നതെന്ന്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും പേര് നിങ്ങളിടും. ആ പേര് നിങ്ങൾ പറയും, പൈത്തൺ പറയും ഇത് എററാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഡീബഗ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ ബ്രിങ്സ് എവറിത്തിങ് ഫ്രം ദ മൊഡ്യൂൾ നോട്ട് റെക്കമെൻഡ് ബിക്കോസ് വി ഹാവ് നെയിം ഹാർട്ട് ടു ഡീബ്. നിങ്ങൾക്ക് എനിക്കൊരു പ്രശ്നം എന്ന് പറയുന്നത് പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഉണ്ടാക്കി. എപ്പോഴും ഞങ്ങൾ ക്ലാസ് തുടങ്ങുമ്പോൾ പറയുന്നത് ചെയ്യരുതെന്ന് പറയുന്നത്. പക്ഷേ ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. കാരണം നമുക്ക് പെട്ടെന്നൊരു പേര് കിട്ടാത്തതുകൊണ്ട്. എന്നിട്ട് എറർ വന്നിട്ട് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയത്തില്ല. കൺഫ്യൂഷനായിട്ട് കുറേ ഡീബഗ് ചെയ്തിട്ട് ലാസ്റ്റ് കണ്ടുപിടിച്ചിട്ട് വീണ്ടും പറഞ്ഞു ചെയ്യരുതെന്ന്. വീണ്ടും അത് തന്നെ ചെയ്തു. എന്നുവെച്ചാൽ മൊഡ്യൂളിൻ്റെ പേരുള്ള ഒരു സാധനം കോഡ് വീണ്ടും ഞാൻ അങ്ങ് എഴുതി വെച്ചു. എന്നുവെച്ചാൽ മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തു. അറ്റ് ദ സെയിം ടൈം ഐ ഹാവ് എ സെയിം മൊഡ്യൂൾ വിത്ത് ദ സെയിം നെയിം കോൺഫ്ലിക്റ്റ് അടിച്ചു.
സോ വെൻ ടു യൂസ് ഇമ്പോർട്ട് മൊഡ്യൂൾ എന്ത് ഉപയോഗിക്കുന്നത് വെച്ചാൽ വെൻ യൂസിങ് മെനി ഫംഗ്ഷൻസ്. നിങ്ങൾക്ക് അറിയത്തില്ല എന്തൊക്കെയാണെന്നുള്ളത്, ക്ലിയർ ആൻഡ് സേഫ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ അബ്സല്യൂട്ട് പാത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് എ ഫീച്ചർ വെൻ യൂസിങ് ഉള്ളി 1 to 3 1 to 2 എന്ന് വെച്ചാൽ ഒരുപാട് ഫീച്ചർ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമുക്ക് ഫ്ലാസ്കിലേക്ക് വരുമ്പോൾ അങ്ങനെയാണ്, നമുക്ക് വേണ്ട എലമെൻസിനെ മാത്രം എടുക്കുന്നുള്ളൂ. ഇമ്പോർട്ട് മൊഡ്യൂൾ എന്ന് വെച്ചാൽ ഏലിയാസ് എന്ന് വെച്ചാൽ ഒരു നോങ് നെയിമോ അല്ലെങ്കിൽ ഒരു കൺവെൻഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും ചെയ്യരുത്, ഇത് ടീച്ചിങ് പർപ്പസിന് മാത്രമുള്ളതാണ്, ഇതൊരിക്കലും ചെയ്യരുത് കേട്ടോ. ഇമ്പോർട്ട് മൊഡ്യൂൾ ആൻഡ് ഫ്രം മൊഡ്യൂൾ ഇമ്പോർട്ട് ലുക്സ് ഐഡൻറ്റിക്കൽ എന്ന് വെച്ചാൽ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞില്ല, അതുപോലെ തന്നെ. പക്ഷേ എന്നാൽ ഇത് എന്തുകൊണ്ട് വ്യത്യാസപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഇസ് നെയിം പൊല്യൂഷനാണ്. നിങ്ങളെല്ലാം കൂടെ വലിച്ചു വാരി എടുക്കുകയാണ്. അതേപോലെ തന്നെ മൊഡ്യൂൾസുമായിട്ട് കോൺഫ്ലിക്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്നാൽ ഈ പറഞ്ഞ ഈ ഇമ്പോർട്ട് മൊഡ്യൂൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അബ്സല്യൂട്ട് പാത്ത് ഉണ്ടാവും. സോ യു ഹാവ് റീഡബിലിറ്റി, മറ്റേതെങ്കിലും റീഡബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. ഹൗ പൈത്തൺ ഫൈൻഡ്സ് എ മൊഡ്യൂൾ, അതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ നേരത്തെ പറഞ്ഞു പൈത്തണിന് സർട്ടൺ ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒരു മൊഡ്യൂളിനെ ഫൈൻഡ് ചെയ്യുന്നത്? ആദ്യം തന്നെ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കറണ്ട് വർക്ക്, നിങ്ങൾ വർക്ക് ചെയ്ത ഡയറക്ടറിയിൽ ഒരു മൊഡ്യൂൾ ഉണ്ടോ എന്ന് നോക്കും. ഇല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടറീസ് നോക്കും. ഒന്ന് എന്ത് ചെയ്തു, ലിബിലേക്ക് പോകും, നമ്മൾ നേരത്തെ കാണിച്ച സ്റ്റാൻഡേർഡ് ലൈബ്രറീസിലേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, സൈറ്റ് പാക്കേജസിലേക്ക് പോകും. അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, കസ്റ്റം പാത്ത് നിങ്ങൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സിസ്റ്റം പാത്ത് വെച്ചിട്ട് കസ്റ്റം പാത്ത് ഡിഫൈൻ ചെയ്യാം. അതും കഴിഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ മൊഡ്യൂൾ നോട്ട് ഫോളോഡ്, ഇത് ഒരു എക്സെപ്ഷൻ റൈസ് ചെയ്യും. സോ മൊഡ്യൂൾ ഇൻ്ററാക്റ്റില്ല. ഇതാണ് സാധാരണ ഉണ്ടാവുക. എന്ന് വെച്ചാൽ നിങ്ങളുടെ സൈറ്റ് പാക്കേജസിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനം പോയി ഇൻസ്റ്റാൾ ആവുന്നതെങ്കിൽ സോ യു വിൽ ഗെറ്റ് എൻ എറർ. അതുപോലെ തന്നെ നിങ്ങളുടെ കസ്റ്റം പാത്ത് നിങ്ങളുടെ വർക്കിംഗ് ഡയറക്ടറിയിൽ അല്ലെങ്കിൽ യു വിൽ ഗെറ്റ് എൻ എറർ. സോ ഇത്രയാണ് മൊഡ്യൂൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പാക്കേജസിനെ കുറിച്ച് പറയണം. ഇത് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ലെങ്തി ആയി അല്ലേ? അങ്ങനെ എന്നുണ്ടെങ്കിൽ ഞാൻ പാക്കേജസ് സെപ്പറേറ്റ് ആക്കാം. അപ്പോൾ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രിപ്ഷൻ ചെയ്യണമെങ്കിൽ താല്പര്യമുള്ള ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഒരു പൈത്തൺ ഹാൻഡ്സ് ഓൺ കോഴ്സ് വരുന്നുണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ മൊഡ്യൂൾസിൻ്റെ, അതായത് പൈത്തണിൻ്റെ ക്ലാസ് മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ 10 hours ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ day 1 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് റൈറ്റിംഗ് കോഡ്, നിങ്ങൾ ഒരു റിയൽ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതായിരിക്കും. അത് CI/CD പൈപ്പ്ലൈൻ വെച്ച് ഡിപ്ലോയ് ചെയ്യുന്നുണ്ടാവും. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പൈത്തൺ നിങ്ങൾ ഹാൻഡ്സ് ഓൺ ആയതിനു ശേഷം മാത്രം ചെയ്യേണ്ട സാധനമാണത്. നിങ്ങൾക്കിത് ഈ പറഞ്ഞ ഫീച്ചേഴ്സ് എല്ലാം ഫെമിലിയർ ആണെങ്കിൽ യു ക്യാൻ ജോയിൻ ദ കോഴ്സ്. 4,499 അതിൻ്റെ കോഴ്സ് ഫീ വളരെ ചെറുതാണ്, 5,000 അടുത്ത് വരുന്നുള്ളൂ. 10 hours നിങ്ങൾക്ക് എങ്ങനെ കോഡ് എഴുതണം എന്നുള്ളത്, എന്ന് വെച്ചാൽ യൂസ്ഫുൾ കോഡ് എങ്ങനെ എഴുതാം എന്നുള്ളൊരു കോഴ്സാണ്. യു ക്യാൻ ജോയിൻ ദെയർ ആൻഡ് see you next in packages. Thank you very much.